ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസില്ലേ ഓരോരുത്തരായി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുരാരി ബാബു പുറത്തിറങ്ങി, അതേപോലെ എസ് ശ്രീകുമാർ, ബി സുധീഷ് കുമാർ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഉണ്ണികൃഷ്ണൻ പൊന്നി. ഇങ്ങനെ ഓരോ അതായത് സ്വാഭാവിക ജാമ്യത്തിന്റെ പുറത്താണ് ഇവർ പുറത്തിറങ്ങിയത്. അപ്പോൾ പുറത്ത് ഇറക്കാതിരിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊരു സ്ഥിതിയാണല്ലോ ഉള്ളത്. അപ്പോ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടില്ലേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ? ഓൾറെഡി നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞെന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും നശിപ്പിക്കാൻ കാണിയില്ല. നശിപ്പിക്കാനുള്ളതെല്ലാം അവർ നശിപ്പിച്ച് കാണാം. അതുകൊണ്ട് ഇപ്പം പുറത്തിറങ്ങുന്നതിനെ കുറിച്ച് അപകടമില്ല. എന്നാൽ പോലും കേസന്വേഷണത്തിൻ്റെ എങ്ങും ഒരറ്റത്ത്, ചെറിയ അറ്റത്ത് പോലും ഒരു മഞ്ഞുകട്ടയുടെ ഒരു ചെറിയ അഗ്രത്തിൽ പോലും എത്തിയിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരെ ജാമ്യത്തിൽ വിടുക എന്ന് പറയുന്നത് കേസ് അന്വേഷണത്തെ എല്ലാ തരത്തിലും ബാധിക്കും. എല്ലാം തന്നെ വളരെ സ്ലോ മോഷനിലാണ് പോകുന്നത് എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഹൈക്കോടതിയിൽ നമുക്ക് അറിയാൻ പാടില്ലാത്ത, അല്ലെ പബ്ലിക്കിന് അറിയാൻ പാടില്ലാത്ത എന്തൊക്കെയോ തെളിവുകൾ ഹൈക്കോടതിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതി വീണ്ടും വീണ്ടും ഈ അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്ന് അവർ പറയുന്നത്. നമുക്ക് സംശയം തോന്നും, സാധാരണ ജനങ്ങൾക്ക് സംശയം തോന്നും, എന്തുകൊണ്ടാണ് ഹൈക്കോടതി മറ്റുള്ളവർ അറസ്റ്റ് ചെയ്യാത്തത്. പക്ഷേ ഹൈക്കോടതി സമഗ്രമായ തെളിവുകളുമായി ഇവരെ സമീപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് മാർച്ച് വഴി വീണ്ടും അവധി കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പ്രഷർ. ഈ SITയുടെ ഉദ്യോഗസ്ഥന്മാരെ ആത്യന്തികമായിട്ട് ശബരിമല കൊള്ളക്കേസിൽ ആൻസറബിൾ ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ബെഞ്ചിനോടാണ്. രാജാ വിജയരാഘവനും ജയകുമാറും ഈ രണ്ട് ജഡ്ജിമാരുടെ ബെഞ്ചിനോടാണ് ഇവർ ആത്യന്തികമായി കടപ്പെട്ടിരിക്കുകയല്ല, നിയമപരമായി ബാധ്യതപ്പെട്ടിരിക്കുന്നത്. കടപ്പെട്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഈ ബാധ്യതപ്പെട്ട് ഈ ജഡ്ജിമാരുടെ ഡയറക്ഷനിലാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ ഭരണം അങ്ങനെയാണെന്ന് പറയുമ്പോൾ അവിടെ പിണറായി വിജയനെ സ്വയം കൈ കഴുകി രക്ഷപ്പെടാനൊരു മാർഗം കൂടെ അവിടെ തുടങ്ങി വരുന്നുണ്ട്. പോലീസ് അന്വേഷണം അല്ലെ SITയുടെ അന്വേഷണം തെളിവുകൾ കണ്ടെത്തുന്നില്ലെങ്കിൽ എൻ്റെ കുറ്റമല്ല. SIT അന്വേഷണം പരാജയപ്പെട്ടുള്ളത് എൻ്റെ കുറ്റമല്ല. SIT അന്വേഷണം തെറ്റായ വഴിക്ക് പോയാലത് എൻ്റെ കുറ്റമല്ല. കുറ്റം ആരുടെയാവും? എൻ്റെ കുറ്റമല്ലെന്നേ പറയുള്ളൂ. കുറ്റം സ്വാഭാവികമായിട്ടും ഇവരെ ചുമതലപ്പെടുത്തി ഹൈക്കോടതിയുടെ മേൽ വരും. അപ്പോൾ ഇത് പിണറായി വിജയൻ രണ്ട് തരത്തിൽ ഒരു തരത്തിൽ വേണമെങ്കിൽ രക്ഷപ്പെടാനൊരു വഴി കൂടി ആയി കിട്ടിയത്. പിണറായി വിജയനിലേക്ക് ആരോപണങ്ങളുടെ കുന്തമുന പിണറായിയിലേക്ക് ചെല്ലുന്നതിനെ തടയാൻ ഹൈക്കോടതി ജഡ്ജിമാരെ ഉപയോഗിക്കും. ഹൈക്കോടതി ജഡ്ജിമാരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ മുമ്പിലേക്ക് നിർത്തുകയാണ്. ഇവരെ കാരണം ഞങ്ങൾ ഇവർ പറഞ്ഞിട്ട് അന്വേഷിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാർക്ക് ഒരു പരിധിയിൽ കൂടുതലും പബ്ലിക് വന്ന് അവരുടെ പൊസിഷൻ പറയാൻ പറ്റിയില്ല. ഞങ്ങൾ എന്തുകൊണ്ട് ഈ തീരുമാനം എടുത്തു, അല്ലെങ്കിൽ ഞങ്ങൾ നാളെ എടുക്കാൻ പോകുന്ന തീരുമാനം എന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെല്ലാം വസ്തുതകൾ ഇതിനു വേണ്ടി പരിഗണിച്ചു, ഇത്തരം കാര്യങ്ങൾ പറയാൻ അവർക്ക് പറ്റില്ല. അവർക്ക് പറ്റാതെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇവരെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, അതായത് പിണറായി വിജയൻ, ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പിണറായി വിജയൻ പറയുന്നത് മുഴുവൻ ശരിയാണ് എന്ന് മാധ്യമങ്ങളിൽ കൂടെ പ്രചരിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും. ഹൈക്കോടതിയുടെ ആ നിലപാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ തൃപ്തിയെന്ന് ദേവസ്വം ബോർഡ് ബെഞ്ച് പറഞ്ഞു. ആ വാചകമാണ് നിയമസഭയിൽ ഭരണകക്ഷിക്ക് പ്രതിപക്ഷത്തെ അടിക്കാനുള്ള മുഴുവൻ ആയുധമായിട്ട് മാറിയത്. രാവിലെ വൈകുന്നേരവും ഹൈക്കോടതി അംഗീകരിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അംഗീകരിക്കാൻ പറ്റാത്തെന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി എന്താ പറഞ്ഞിരിക്കുന്നതെന്നോ എന്തൊക്കെ ഹൈക്കോടതി കണ്ടിരിക്കുന്നതെന്നുള്ളവരെ നമുക്കറിയത്തില്ല. ഹൈക്കോടതി എന്തെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണ വിഭാഗത്തിൽ അതാരെയും അറിയിച്ചിട്ടില്ല. അറിയിക്കാതെ നമുക്ക് അതിനൊരു ജഡ്ജ്മെൻറ്റ് പറ്റിയില്ല. പക്ഷേ CPMൻ്റെ ധാരണ, CPMൻ്റെ ശമ്പളം പറ്റുന്ന, അല്ലെ ഗവൺമെൻറ് ശമ്പളം പറ്റുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒരിക്കലും പിണറായി വിജയനെതിരായി റിപ്പോർട്ട് കൊടുക്കില്ല എന്നൊരു ധാരണ അവർക്കുണ്ടാവും. അതുകൊണ്ടാണ് അത്ര ധാർമ്മിക ധൈര്യത്തോടെ, ആധ്യാത്മിക ധൈര്യത്തോടെ അവർ ഇതിനെ കോൺഗ്രസിൻ്റെ ആരോപണങ്ങളെ ചെറുക്കുകയും പകരം അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇതിന് സമാനമായൊരു കേസ് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നിലപാടുകളെക്കുറിച്ച് പറഞ്ഞ കരുണാകരൻ്റെ കാലത്താണ് രാജൻ കേസ് ഉണ്ടാകുന്നത്. രാജൻ അവിടെ കൊല്ലപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വിവരം കരുണാകരനോട് ചോദിക്കുമ്പോൾ രാജൻ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് വീണ്ടും കരുണാകരൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ നെടുമ്പാശ്ശേരിയിലൊക്കെ ചെയർമാനൊക്കെ ആയിട്ട് ജോസഫ് തോമസ് തോമൻ്റെ IG ആണ്. പാലായിലുള്ള വട്ടവയൽ കുടുംബത്തിലെ ഒരു IG ആണ് കരുണാകരനെ നേരിട്ട് പോയി കാണുന്നത്. അദ്ദേഹം ഇങ്ങനെ അടുത്ത ആളായിരുന്നു, KM മാണിയുടെ അടുത്ത ആളായിരുന്നു. പക്ഷെ കരുണാകരനെ പോയി കണ്ടിട്ട് വിവരം പറയുന്നു, താങ്കൾ ഇപ്പോൾ
അവർ പറയുന്നത് വിശ്വസിച്ചിരിക്കുകയാണോ? അവർ എന്ന് പറയുന്നത് ജയറാം പടിക്കൽ, ലക്ഷ്മണൻ, അങ്ങനെയുള്ള വലിയ ഉദ്യോഗസ്ഥന്മാർ. എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ ഇങ്ങനെ പറഞ്ഞു, ബ്ലാക്ക് ആൻഡ് വൈറ്റായിട്ട് പറഞ്ഞു, രാജൻ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, പോലീസ് കസ്റ്റഡിയിലാണ് മരിച്ചത്. കർണാടക സ്തംഭിച്ചിരുന്നു പോയി എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു കഥ അവിടെയുണ്ട്. അതുപോലെ ഇപ്പോൾ ഇവർ സൗത്ത് ഈ അന്വേഷിക്കുന്ന SIT ഉദ്യോഗസ്ഥന്മാർ രണ്ട് കൂട്ടരെയും പറ്റിക്കുന്നുണ്ടാവും. ഒന്ന് ഹൈക്കോടതി ജഡ്ജിമാരെ പറ്റിക്കുന്നുണ്ടാവും, രണ്ട് പിണറായി വിജയനെ പറ്റിക്കുന്നുണ്ടാവും. ഇവർ പിണറായി വിജയൻ്റെ ആഗ്രഹപ്രകാരം ചെയ്യുമെന്ന് ഉറച്ച വിശ്വാസത്തിലായിരിക്കും ആയിരിക്കുന്നത്, പിണറായി ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കണമെന്നില്ല. മറിച്ച് ഇവർ ചിലപ്പോൾ നീതിബോധത്തോടെ പ്രവർത്തിച്ചാൽ, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചാൽ ഈ കേസിന് വ്യാപകമായ മറ്റ് വഴിത്തിരിവുകളുണ്ടാവും. ആ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നതുവരെ ഹൈക്കോടതിയെ പൂർണ്ണമായിട്ട് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ എങ്ങനെ വേണം വരാൻ. ഇപ്പം പുറത്തിറങ്ങുന്ന ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങുന്നവരുടെ പിറകിൽ ED ഉണ്ടായിരിക്കുന്ന പറയുന്നത്. ഈ SIT കണ്ടെത്താൻ പറ്റാത്തത് ഇനി എന്ത് ED കണ്ടെത്താൻ പറ്റും? അതൊക്കെ പറ്റും. ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദനം ED അന്വേഷിക്കും, കുറേ പേരുടെ സ്വത്ത് കണ്ടെത്തുകയും ചെയ്യില്ലേ. SITക്ക് അറിയാവുന്ന കേസാണ്. പക്ഷേ SIT ആ രീതിയിലേക്ക് അന്വേഷണം പോയിട്ടില്ല. അല്ല, അങ്ങനെ ഒരു നടപടി എടുക്കാൻ SIT പോയിട്ടില്ല. SIക്ക് അറിയാമെങ്കിൽ പോലും. അവിടെയാണ് SITയുടെ മേൽ പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ട് എന്നുള്ള സംശയം വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത്. ഈ 21 കേന്ദ്രങ്ങളിൽ പരിശോധിച്ച സമയത്ത് കുറേ രേഖകൾ കിട്ടിയെന്നാണ് പറയുന്നത്. ഈ രേഖകൾ കിട്ടിയിട്ടും SITക്ക് എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റില്ല? അത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. രേഖകൾ എന്തുമാത്രം കിട്ടിയിട്ടുണ്ടെന്നോ അതൊന്നും ആരും പുറത്തു വിട്ടിട്ടില്ല. ആ അത്യാവശ്യത്തിൻ്റെ രേഖകൾ ഉണ്ടോ എന്നോ അത് വെറും ഓറലായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ എന്നൊന്നും അറിയാൻ പറ്റില്ല. മറിച്ച് രേഖകളെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ സമർപ്പിക്കാവുന്ന നിർബന്ധമില്ല. പാർഷ്യലായിട്ടാണ് ഇപ്പോൾ മുഴുവൻ രേഖയും വേണമെന്നില്ല. അത്യാവശ്യമുള്ള കുറച്ച് രേഖ കിട്ടിയാൽ പോലും ഇവരെ സംശയിക്കാനുള്ള സാഹചര്യം തെളിയിക്കാൻ പറ്റുന്ന ഏതെങ്കിലും രേഖകൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വേണമെങ്കിൽ കുറ്റപത്രം ഫയൽ ചെയ്യുകയും ഇവരുടെ ജാമ്യം ഇല്ലാതാക്കുകയും ചെയ്യായിരുന്നു. പക്ഷെ അതിന് ED തയ്യാറാകത്തിന് മറ്റെന്തെങ്കിലും ഉദ്ദേശം ചിലപ്പോൾ കാണും. അല്ലെങ്കിൽ ഇവർ തയ്യാറാകത്തിന്, ആര് SIT തയ്യാറാകത്തിന്. ഈ EDയുടെ ഈ കണ്ടെത്തൽ എളുപ്പം നടക്കാൻ വേണ്ടി സാധിക്കും. എളുപ്പം ED ഇനിയിപ്പം കാര്യങ്ങളൊക്കെ SITനെക്കാട്ടും കൂടുതൽ അമിത വേഗത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ തടസ്സങ്ങളുണ്ടാവും. അങ്ങനെ ഓടിപ്പോയി പിടിച്ചെടുത്തനെ വിളിച്ച് ചോദിച്ചാൽ കിട്ടുന്ന കാര്യമല്ലല്ലോ. ഏതെല്ലാം ലെയറിൽ കൂടിയാണ് ഇത് കടന്നു പോയത്, ഏതെല്ലാം സംസ്ഥാനത്തൂടെയാണ് കടന്നു പോയത്. അന്തർദേശീയ ബന്ധങ്ങളുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ ഇന്റർപോൾ വരെ ഇടപെടേണ്ട കേസായിട്ട് മാറും അന്തർദേശീയ കൊള്ളയുണ്ടെങ്കിൽ. ഇപ്പോൾ ദുബായ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അവിടെ വഴി ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയും പോകാം, കേസുകൾ ഇങ്ങനെയും പോകാം. അപ്പോൾ ഈ കേസ് അങ്ങനെ പോയതാണോ ഇല്ലയെന്ന് അറിയത്തില്ല. സുപ്രീം കോടതി വരെ പോകുന്ന ലാവലിംഗ് കേസോടെ കിടക്കല്ലേ, എത്ര നാളായി മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കോടതിക്ക് ഒരു പരിമിതിയുണ്ട്. കോടതി നേരിട്ടല്ല ഒരു കാര്യം അന്വേഷിക്കുന്നത്, ഇത്തരം ഉദ്യോഗസ്ഥന്മാർ കൂടെ അന്വേഷിക്കുന്നത്. അവർ കൊടുക്കുന്ന വിവരം വെച്ച് മാത്രമേ കോടതിക്ക് കുറ്റകൃത്യത്തെ കോടതിക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ നോട്ടത്തിൽ മനസ്സിലാക്കിയാലും കോടതി നേരിട്ട് കണ്ടതാണെങ്കിൽ പോലും തെളിവിലേക്ക് തീർന്നു. അവിടെയാണ് ഇപ്പോൾ ED ഇപ്പം പുതിയ പുതിയ സംഭവങ്ങൾ കണ്ടെത്തിയെന്നിരിക്കെ വീണ്ടും ഇവ ജാമ്യത്തിൽ ഇറങ്ങിയ ആൾക്കാർ വീണ്ടും അറസ്റ്റിലാവാൻ സാധിക്കും. പുതിയ കേസിൽ അറസ്റ്റ് ചെയ്യും. ഇഷ്ടംപോലെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഷാജഹാനെ അടുത്ത ആൾ ജാമ്യത്തിൽ വിട്ടു, തിരുവനന്തപുരത്ത് ചെല്ലുന്നതിന് മുമ്പ് വീണ്ടും അറസ്റ്റ് ചെയ്തു വേറെ കേസിൽ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്ടംപോലെ കേസുകളുണ്ട്. ഏത് കേസിൽ ആരൊക്കെയാണ് പ്രതി എന്ന് അവർക്ക് മാത്രമേ അറിയാവൂ. അതാണ് സ്ഥിതി. ഇപ്പോൾ പത്മകുമാറും കൂടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പൊളിറ്റിക്കലായിട്ട് കുറെ സ്വാധീനിക്കാൻ വേണ്ടി പറ്റും. പത്മകുമാറിനെ ലാസ്റ്റ് പുറത്തിറക്കും. കാരണം പത്മകുമാറിനെ പുറത്തിറക്കാതെ പാർട്ടിക്ക് പറ്റിയ പാർട്ടിക്കാരനെ ഇതുവരെ ഞങ്ങൾ വിട്ടിട്ടില്ല, മറ്റുള്ളവരെല്ലാം വിട്ടു എന്നൊരു നല്ല മുഖം ഉണ്ടാക്കാൻ പാർട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ നേരത്തെ പോറ്റിയുടെ 1.30 ലക്ഷം രൂപ ED മരവിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറെ തെളിവുകൾ കിട്ടിക്കാണൂലേ? അല്ല, പൈസ മരവിപ്പിച്ചുകൊണ്ട് തെളിവ് കിട്ടണമെന്നില്ല, തെളിവായിട്ട് കിട്ടണ്ടേ. ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ മുത്തൂറ്റ് കള്ളക്കേസിൽ കത്തി കൊണ്ട് കുത്തി, എസ് കത്തിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി എന്തുമാത്രം പാടുപെട്ടു. എസ് കത്തി ഉണ്ടാക്കി വേറെ ഉണ്ടാക്കി വെക്കേണ്ടി വരും. തെളിവെന്ന് പറയുന്നത് കോടതിക്ക് ബോധ്യപ്പെടുന്ന തെളിവാണ്, സത്യമാണെങ്കിൽ പോലും. ഇപ്പോൾ കുത്തിക്കൊള്ളുന്ന കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഇന്നതാണ്, ഇന്ന സമയത്താണ് അവിടെ ആവശ്യത്തിന് വിളിച്ചുകൊണ്ടായിരുന്നു, ഇത്തരം കാര്യം ഞാൻ അവിടെ ചെന്നിരുന്നു, ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് തെളിയിക്കണം. വെറുതെ കുത്തിക്കൊന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇനിയിപ്പോൾ സമയപരിധിക്കുള്ളിൽ EDക്കും കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി പറ്റിയില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ എങ്ങനെയായിരിക്കും കേസിന്റെ സ്ഥിതിഗതികൾ പോകുന്നത്? കേസ് ഇങ്ങനെ ലാവലിംഗ് കേസ് എങ്ങനെയാണ് പോകുന്നത്? നീട്ടിക്കൊണ്ടുപോകും. വീണ്ടും ഒരു അവധി കൊടുക്കും, അടുത്ത വർഷം അവധി കൊടുക്കും. ഫെബ്രുവരി 29 ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ട് അതങ്ങ് ഇല്ലാതെ വെച്ച്